പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ തിരക്ക് കുറയുന്നൊന്നുമില്ല. ചുരുക്കം ചില പോളിംഗ് സ്റ്റേഷനുകളിലാണ് തിരക്കില്ലാതെയുള്ളത്. ബാക്കി എല്ലായിടങ്ങളിലും മികച്ച രീതിയിലുള്ള പോളിംഗ് ആണ്. 3 മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. വലിയ അവകാശവാദങ്ങളാണ്. ഇടതു തരംഗമെന്ന് LDF, ഭരണമാറ്റമെന്ന് UDF, വൻ മുന്നേറ്റമെന്ന് BJP. ഇതാണ് സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാഹചര്യം. രാവിലെ മുതൽ പ്രമുഖരെല്ലാവരും വോട്ട് ചെയ്തു. അവരുടെ പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് കേൾക്കാം പ്രമുഖർ പോളിംഗിനോട് എങ്ങനെ പ്രതികരിച്ചു. LDFനെ എതിർക്കുന്ന മുന്നണികളിലുള്ളവരടക്കം നാടിന് വികസനം വേണം, നാടിന് പുരോഗതി വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. ആ ജനത്തിന് കൃത്യമായ അനുഭവമുണ്ട്. ആ അനുഭവം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് LDFന് മാത്രമേ പ്രതിബദ്ധതയോടെ നാടിൻ്റെ പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഒരു തരത്തിലുള്ള അവ്യാകൃതങ്ങളും LDF ആകുമ്പോൾ ഉണ്ടാകില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ അഴിമതി നിലനിൽക്കുന്ന സംസ്ഥാനമെന്ന പദവി ലഭിച്ചിട്ടുള്ളത്. ഇതിന് കാരണം ഒരു സംശയവുമില്ലാതെ ജനങ്ങൾ കാണുന്നു, LDFന്റെ സംസ്കാരം കൊണ്ടാണ് അത് നേടിയത്. ഇത് മറ്റേതെങ്കിലും കൂട്ടർക്ക് കഴിയില്ല എന്നും അവർ കാണുകയാണ്. കൂത്തായ കേസരി ബാലകൃഷ്ണ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലാണ് 135 നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. കുടുംബസമേതം വന്നാണ് വോട്ട് ചെയ്തത്. തീർച്ചയായിട്ടും കേരളത്തിൽ എല്ലായിടത്തും എല്ലാവരും ഈ പോളിംഗ് പ്രക്രിയയിൽ പങ്കെടുത്ത്, ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്ത് ആ ജനാധിപത്യത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാകണമെന്നാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന. വോട്ട് ചെയ്യാതെ ആരും മാറിയിരിക്കരുത്. വോട്ട് ചെയ്യാതെ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാതെ അവരുടെ ജനാധിപത്യപരമായ മൗലികമായ അവകാശമാണ്. ആ അവകാശം ഉപയോഗിക്കാതിരിക്കരുത്. ആ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും, കേരളത്തിലെ എല്ലാവരും പങ്കാളികളാകണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം അസസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഇപ്പം നേരത്തെ കഷ്ടിച്ച് ഞങ്ങൾക്ക് ഭൂരിപക്ഷം തന്നിരുന്നവരൊക്കെ അഭിപ്രായം മാറ്റിയല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഭൂരിപക്ഷം തരാൻ വേണ്ടിയിട്ട്. ഭയങ്കര പ്രയാസപ്പെട്ട് അതിൻ്റെ റേറ്റ് ഉയർന്നു വന്നല്ലോ. ദേശീയ സർവേകളിലെല്ലാം നല്ല നിലയിലേക്ക് UDF വരുന്നുണ്ട്. എല്ലാ ദേശീയ സർവേകളിലും മികച്ച രീതിയിലാണ്. തട്ടിക്കൂട്ടിയ സർവേകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. തട്ടിക്കൂട്ടിയ 2-3 സർവേകൾ കേരളത്തിലുണ്ട്. അതായത് കഴിഞ്ഞിട്ട് വല്ല വിശദമായിട്ട് പറയാം. അവരുടെയൊക്കെ വിശ്വാസ്യത അവർ തന്നെ കളഞ്ഞു വിളിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 3 മാസത്തിനിടയിൽ 4 പ്രാവശ്യം കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. ജനവികാരം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ കൃത്യമായ അസസ്മെന്റാണ്. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് ഈ ജനാധിപത്യ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ 5 കൊല്ലം ഒരു തെരഞ്ഞെടുപ്പ് വരും. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് കിട്ടുന്നൊരു അവസരമാണ്. നാടിന്റെ ഭാവി, നാട്ടുകാരുടെ ഭാവി, കുട്ടികളുടെ ഭാവി, നാടിന്റെ ദശയും തീരുമാനിക്കാൻ ഒരു അവസരമായിട്ട് ജനങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, ഈ ഇലക്ഷനിൽ പങ്കെടുക്കണം. എല്ലാവരും അവരുടെ വോട്ടിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യണമെന്ന് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. അതിന്റെ അപ്പുറം എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ BJP NDA കഴിഞ്ഞ കുറെ മാസമായി മുമ്പോട്ട് വെക്കുന്ന ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ആത്മാർത്ഥമായി ഞങ്ങൾ എല്ലാവരോടും പോയി സംസാരിച്ച് ഞങ്ങളുടെ ആഗ്രഹം എന്താണ്, ഞങ്ങളുടെ വിഷൻ എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു നിർണായകമായ ഇലക്ഷനാണെന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. എനിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. വലിയ മാറ്റം ഈ ഇലക്ഷനിൽ ജനങ്ങൾ ഉണ്ടാക്കും എന്ന് ഒരു ആത്മവിശ്വാസമുണ്ട്. ഇന്ന് LDF വൻ വിജയം നേടും.
കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ സീറ്റ് നേടി LDF ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും. കാരണം UDF ഭരണമേൽപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ല. ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ഫണ്ടിൽ പോലും അഴിമതി നടത്തിയവരുടെ കയ്യിൽ കേരള ഭരണം വന്നാൽ എന്തായിരിക്കും സ്ഥിതി? 10 വർഷം അധികാരത്തിന് പുറത്തു നിന്നതിൻ്റെ ആക്രാന്തം കൂടി UDF ഉണ്ടാവും. ആക്രാന്തത്തോടെയുള്ള അഴിമതിയായിരിക്കും നടത്തുക എന്ന് തെളിയിക്കുന്നതാണ് വയനാട് ഈ ദുരന്തത്തിൽ പിരിച്ച ഫണ്ടിൽ അഴിമതി നടത്തിയത്. അതിന് ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ. പിരിച്ച ആപ്പ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതാണ്. 3 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അധികാരമില്ലെങ്കിൽ പോലും അഴിമതി നടത്തുകയാണ്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഭരണപക്ഷത്തിനെതിരായിട്ടാണല്ലോ അഴിമതി ആരോപണങ്ങൾ വരേണ്ടത്. 10 വർഷം അധികാരത്തിലിരുന്ന ഒരു ഗവൺമെന്റിനെതിരെ, അതിന് ഒരു മന്ത്രിക്കെതിരെ പോലും ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനായില്ല. ആ പ്രതിപക്ഷം ഇപ്പോൾ അഴിമതി ആരോപണത്തിന്റെ കുരുക്കിൽ നിൽക്കുകയാണ്. ആരോപണത്തിന്റെ അല്ല, ഇപ്പോൾ ആളുകൾക്കാർക്കും ഇനിയിപ്പോൾ അതൊരു ആരോപണമല്ലല്ലോ, വ്യക്തമായി കഴിഞ്ഞതല്ലേ. ഇവരുടെ കയ്യിൽ ഭരണമേൽപ്പിച്ചാൽ എന്തായിരിക്കും എന്ന് വിവേകമുള്ള ഏതൊരു മലയാളിയും ചിന്തിക്കുമല്ലോ. അതുകൊണ്ട് UDF ആളുകൾ പരിഗണിക്കുന്ന പ്രശ്നമേ വരുന്നില്ല. വൻ വിജയം LDF. കൃത്യമായിട്ടുള്ള ജനവിധിയായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ആ വിധി ഒരു കാര്യം മാത്രം: സ്വർണം കട്ടവനെ സംരക്ഷിക്കുന്ന, പ്രളയം ഉണ്ടാക്കിയെടുത്ത് ജനങ്ങളെ ദുരിതത്തിലേക്ക് വാഴ്ത്തിയ, അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച, 10 കൊല്ലക്കായും മാലമായി നാട് ഭരിക്കുന്ന ഈ പിണറായി വീണ്ടും 5 വർഷം കൂടി ഭരിക്കണമോ, ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം കേരളത്തിൽ മുഴക്കിയിട്ടുള്ള ശ്രീ പിണറായി വിജയനെ 5 വർഷവും കൂടി ഭരിക്കണമോ എന്നുള്ള തീരുമാനത്തിലാണ് കേരള ജനത ഇന്ന് മറുപടി പറയാൻ പോകുന്നത്. എനിക്കുറപ്പുണ്ട്, കേരള ജനത ഒറ്റക്കെട്ടായി അതിനെതിരെ വിധി എഴുതും. 100-ലധികം സീറ്റുകളുമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. ഗുരുവായൂരപ്പന്റെ മണ്ണിൽ എൻ്റെ ആദ്യത്തെ വോട്ട് വളരെ ഭക്തി ആദരപൂർവ്വം ചാർത്തി. ഞാൻ പാർലമെന്റിലും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചാണ് നടന്നു വന്നത്. അവസാനം പാർലമെന്റിൽ മുഴങ്ങിക്കേട്ടത് ആ നാമമാണ്. ജനങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും മാറി വരുന്ന ചിന്താഗതി. ഈ കാലഘട്ടം 12 വർഷത്തെ ഞങ്ങളുടെ ഒരു ഭരണ മികവ് ദേശവ്യാപകമായി. അതും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ആവൂ, അങ്ങനെ ആകൂ. ജനാധിപത്യത്തിന്റെ ഒരു വലിയ ഉത്സവം, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ ഒന്നാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എല്ലാവരും അതേ ഉത്തരവാദിത്തത്തോട് കണ്ട് പോളിംഗ് ബൂത്തുകളിൽ എത്തുക, വോട്ടുകൾ ചെയ്യുക എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാറ്റ് നല്ല കാറ്റ്, UDF അനുകൂല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലായിടത്തും ഞാനിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം പാലക്കാട് തന്നെ ആയിരുന്നല്ലോ കൂടുതലും ഉണ്ടായിരുന്നത്. രാവിലെ ഒരു 4 മണി മുതൽ ഇവിടുന്ന് ബാബുച്ചേട്ടന്റെ ഷാളും അനുഗ്രഹവും മേടിച്ച് പോയി അവിടെ ചെന്ന് കയറിയ അന്ന് മുതൽ ഇന്ന് വരെ രാവിലെ ഒരു 4 മണി മുതൽ മാർക്കറ്റിൽ പോകുന്ന മുതൽ രാത്രി 1 മണി വരെ എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ജനങ്ങളെ കാണുകയും അഡ്രസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.